മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തി കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷൻ. ലീഗിനെ ക്ഷണിച്ച വിഷയത്തിൽ സിപിഐഎമ്മിനെയും കോൺഗ്രസ് നേതാക്കൾ കടന്നാക്രമിച്ചു. തൊടുപുഴയിൽ നടന്ന കൺവെൻഷൻ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംഘടിപ്പിച്ച കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. പിണറായി വിജയൻ ഏകാധിപതിയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. പണം എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യം പിണറായിക്കില്ല. കുടുംബത്തിനും അടുപ്പക്കാർക്കും വേണ്ടി കോടികളാണ് പിണറായി സമ്പാദിക്കുന്നതെന്നും സുധാകരൻ ആരോപിച്ചു. മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സ്വന്തം പോക്കറ്റിലേക്ക്, പാർട്ടിക്ക് വേണ്ടി എല്ലാ തലങ്ങളിലും കൈയിട്ട് വാരുന്ന കോടാനുകോടികൾ സമ്പാദിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഉടമസ്ഥനാണ് ശ്രീ പിണറായി വിജയൻ എന്ന് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന് ലക്ഷ്യമേ ഉള്ളൂ, ഒറ്റ ലക്ഷ്യം: പണം പണം പണം. അതിനപ്പുറത്തൊരു ലക്ഷ്യമില്ല. മേക്ക് മണി. അതാണ് പിണറായി വിജയന്റെ സിദ്ധാന്തം. പിണറായി ഭരണം അഴിമതിയും കെടുകാര്യസ്ഥിതി നിറഞ്ഞതാണെന്നും കേരളത്തിലെ രൂക്ഷമായ വിലക്കയറ്റം മൂലം ജനജീവിതം ദുസ്സഹമായതും മുഖ്യപ്രഭാഷണം നടത്തിയ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. 5 പൈസ ഖജനാവിലില്ല. 5 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ചെക്ക് മാറില്ല. 5 ലക്ഷം രൂപ താഴെയുള്ള ചെക്ക് കൊടുത്ത ചെക്ക് മേടിച്ചു വയ്ക്കും, പണം തരും. ഒരു പൈസയില്ല. പറഞ്ഞല്ലോ പ്രസിഡന്റ്, KSRTC തകർന്നു. 3 മാസമായി പെൻഷൻകാർക്ക് ശമ്പളം കൊടുത്തു, ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. വൈദ്യുതി ബോർഡ് 2ാമത്തെ പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഇത്രമാത്രം കെടുകാര്യസ്ഥതയുള്ള ഒരു സർക്കാർ കേരളം ഭരിച്ചിട്ടുണ്ടോ? ജില്ലയിലെ എല്ലാ മേഖലകളിൽ നിന്നുമാണ് നൂറുകണക്കിന് പ്രവർത്തകർ കൺവെൻഷനിൽ പങ്കെടുത്തത്. DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷനായി. മണ്ഡലം ബ്ലോക്ക് തല ഭാരവാഹികളുടെ ലിസ്റ്റ് കൈമാറാൻ വൈകുന്നതിൽ ജില്ലാ നേതൃത്വത്തിനെതിരെ KPCC പ്രസിഡന്റ് രൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.